ഈ തട്ടിപ്പ് നടത്തുമ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടെയുണ്ടായിരുന്നു. കരിമണൽ കടത്തിൽ കോടികൾ സമ്പാദിക്കാനായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി രൂപത്തിൽ കൈക്കൂലി കൊടുക്കാനും വലിയൊരു കമ്പനി തന്നെ ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് EDയുടെ കൂട്ടിൽ കയറാൻ വീണ ഒറ്റക്കാണ്. പേരിനൊപ്പമുള്ള വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ലേബലിൽ സമ്പാദിച്ചതും വെട്ടിപ്പിടിച്ചതും തട്ടിയെടുത്തതുമെല്ലാം അതിൻ്റെ എല്ലാം കണക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മുന്നിൽ തത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ വിജയൻ. ഒരിക്കൽ ഇതേ കൊച്ചിയിൽ കറുത്ത മാസ്ക് വെച്ചുകൊണ്ട് യോഗത്തിലെത്തിയ ഒരു മാധ്യമ പ്രവർത്തകയെ പിടിച്ചു പുറത്താക്കിയ പിണറായി വിജയന് കാലത്തിൻ്റെ മറുപടി എന്നോണം തൻ്റെ മകൾ ഒരു കറുത്ത മാസ്കും ധരിച്ചാണെന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായത് എന്നോർക്കണം. അങ്ങനെ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ തലയും താഴ്ത്തി ഹാജരായപ്പോൾ തിരുവനന്തപുരത്ത് പിണറായിക്ക് കവചം തീർത്തവരും ഇഷ്ടിക കൊണ്ടാക്രമണം നടത്തിയവരും എല്ലാം കൊതുകിൻ്റെ കടിയും കൊണ്ട് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. കൊച്ചിയിൽ EDയെ പ്രതിരോധിക്കാൻ പോയിട്ട് അങ്ങോട്ട് എത്തി നോക്കാൻ പോലും ഒരു സഖാവ് ഇന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ CPMനുണ്ടായിരിക്കുന്ന തകർച്ചയുടെ ആഴം മനസ്സിലാകുന്നതാണിത്. ഭർത്താവായ മുൻമന്ത്രി റിയാസ് കറുത്ത കാറിൽ തന്നെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. അപ്പോഴും കറുപ്പിനോട് എതിർപ്പുണ്ടായിരുന്നില്ല. സാധാരണക്കാരൻ അണിയുന്ന കറുപ്പിനോടായിരുന്നു പിതാവായ പിണറായിക്ക് എതിർപ്പുണ്ടായിരുന്നത്. അതെന്തുമാകട്ടെ, ഏതായാലും വീണ വിജയനെ ED വളരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഒരു പനിയുടെ പേരിൽ തൽക്കാലത്തേക്ക് മാറി നിൽക്കാമെന്ന് കരുതിയ പിണറായിയും കുടുംബവും EDയുടെ നീക്കത്തിൽ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ്. അതായത് ഈ മാസം 12-ാം തീയതി കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED വീണയ്ക്ക് നോട്ടീസ് അയച്ചതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് വീണ്ടും ഇന്നേക്ക് ഹാജരാക്കാൻ നിർദ്ദേശിച്ചത്. എന്നാൽ പനിയാണെന്നറിയിച്ച് മാസങ്ങളോളം തള്ളി നീക്കാമെന്നാണ് കരുതിയത്. ഇപ്പോൾ ED ശക്തമായ സുരക്ഷയൊരുക്കി വീണയെ പൊക്കിക്കൊണ്ടുവരും എന്നൊരു സൂചന പിണറായിക്ക് ലഭിച്ചിരിക്കുന്നു. തെളിവുകളെല്ലാം EDയുടെ കയ്യിലുണ്ട്. അതെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ED കളി ആരംഭിച്ചത്. അതോടെ ED ഓഫീസിൽ പാഞ്ഞെത്തിയിരിക്കുകയാണ് വീണ. അതുകൂടാതെ ഇപ്പോൾ CMRL എക്സാലോജിക് കേസിൽ കരിമണൽ കമ്പനിയുടെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ കർത്ത, മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത, അവരുടെ ഭാര്യയും CMRL എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്ടറുമായ ജയ S കർത്ത എന്നിവരെ ED ഇന്നലെ ചോദ്യം ചെയ്തു. വീണ മാനേജിംഗ് ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് സേവനമൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്നും 2,78,00,000 രൂപ കൈപ്പറ്റിയെന്നും ഇവരുടെ സഹോദര സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വായ്പയായി നേടിയെന്നും ED വളരെ വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നു. അതവരുടെ കയ്യിൽ വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ തുക കള്ളപ്പണ നിരോധന നിയമപ്രകാരം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് ഉറപ്പിക്കുകയാണ് ED. വീണയുടെ കയ്യിൽ വിലങ്ങ് വെക്കും എന്നുറപ്പിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിനായി പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ED പരിശോധന നടത്തിക്കഴിഞ്ഞു. EDയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതുവരെ സമാഹരിച്ച എല്ലാ തെളിവുകളും മൊഴികളും വിശദമായി പരിശോധിച്ച ശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്നിരിക്കുമ്പോൾ പിണറായി വിജയനും കുടുംബവും മുൾമുനയിലാണ് നിൽക്കുന്നത്. ഒരു CPMൻ്റെ കുഞ്ഞു പോലും ഇതിൽ രക്ഷിക്കാനുണ്ടാകില്ല എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കിയിരിക്കുന്നു.